പറഞ്ഞൊരു പോയിന്റ് എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തത്. അത് നമ്മൾ ഏത് വിഷയവും അതിന് നമ്മൾ ഈസി ആയിട്ട് കാണുക എന്നുള്ളൊരു വിഷയം പറഞ്ഞത്. നമ്മള് നിങ്ങൾ എങ്ങനെയാണ് ഈ ജീവിതത്തെ അത്ര സിമ്പിൾ ആയിട്ട് ഇത്? അതായത് നമ്മള് ഇപ്പോ എന്തിനും മടി വിചാരിച്ചാലും മടി തന്നെ. ഇതൊന്നും ഒരു വിഷയമല്ല, ഇതൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാണ്ട് ഇറങ്ങിയാൽ അത് ഇറങ്ങാം. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ അടുത്തൊന്നുമില്ല ആൾക്കാർക്ക് കൊടുക്കാൻ. ഇതിൻ്റെ അടുത്ത് ഞാൻ ഈ സാധനങ്ങൾ അറബികൾ തരുന്നതും ഞാൻ പെറുക്കി കൊണ്ടുവരണതും നേരാക്കിയിട്ടും ഒക്കെ കൊടുക്കുക. ഇപ്പോൾ വാക്കം ക്ലീനർ കിട്ടിയാലോ നേരാക്കിയിട്ട് നാട്ടിൽ പള്ളിക്കോ ആർക്കെങ്കിലും കൊടുക്കുക അല്ലെങ്കിൽ അതൊക്കെ ചെയ്യും. അപ്പോഴും ഇതിൻ്റെ മുന്നിൽ വീടുണ്ടാക്കി കൊടുക്കണം എന്നൊന്നും ചിന്താഗതിയൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഒരു ചങ്കും ചങ്കിടിപ്പും ഉണ്ട് ഇവിടെ ദുബൈയിൽ. മൂപ്പരാണ് എനിക്കിതിന് പോസിറ്റീവ് എനർജി തന്നെ. എനർജി ചെയ്യാൻ പറ്റും, എന്നെ കൊണ്ട് പറ്റും എന്ന് പറഞ്ഞു തരുന്നത് ഒരു അസ്ലം തന്നെ ചങ്കാണ്. എൻ്റെ ഒരു കുടുംബക്കാരനാണ്, എൻ്റെ വൈഫിൻ്റെ ഏടത്തിൻ്റെ മാപ്പിളായിട്ട് വരും അസ്ലം. മൂപ്പര് ഇവിടെ മാഷാല്ലാ നല്ലൊരു ഇതിലാണ്. അപ്പോൾ മൂപ്പരാളാണ് എനിക്ക് ഇതിന് എനർജി തന്നെ. എന്നെ കൊണ്ട് പറ്റുമോ സിമ്പിളായിട്ട് എൻ്റെ ഒരു സപ്പോർട്ട് ഞാൻ തരാമെന്ന് അറിയും മൂപ്പര്. അതാണ് എനർജി. അതിൽ പിന്നാണ്ട് ഇറങ്ങലാണ്. അപ്പം നമ്മളെ കാണുന്ന ചങ്കുകൾ നമുക്ക് കണ്ടു തരും. ഇപ്പൊ എത്ര വീടുകൾ പണി നടക്കുന്നുണ്ട്, എത്ര എണ്ണം കഴിഞ്ഞ് നിങ്ങളുടെ സഹായത്തോടെ? അതായത് നിങ്ങൾ ഡയറക്റ്റ് അല്ലെങ്കിലും പക്ഷെ നിങ്ങളൊരു കാരണക്കാരനാണ് എല്ലാത്തിലും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് വീടുകൾ ഉണ്ടാവും. ഒരു 10-13 വീടുകൾ എന്തായാലും ഉണ്ടാവും. ഇപ്പൊ ഒരു 5-6 ഇപ്പൊ നിലവിൽ ഇപ്പൊ തന്നെ നടക്കുന്നുണ്ട്. ഇപ്പൊ ലാസ്റ്റ് ചിലതൊക്കെ പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന 4 ലക്ഷം റുപ്യ ഈ വീടുണ്ടാക്കാൻ കൊടുക്കുന്ന പദ്ധതിയിൽ പെട്ടതും പെടാത്തതും ഉണ്ട്. ചിലത് നമ്മൾ പഞ്ചായത്തൊക്കെ കൊടുക്കുമ്പോൾ അവിടുന്ന് ചിലപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ട് കിട്ടുള്ളൂ എന്ന് പറഞ്ഞത് അത്രയും അത്യാവശ്യക്കാരാണ്, ബാപ്പല്ല എന്നൊക്കെ പറയാ. അങ്ങനത്തെ കേസുകളാണെങ്കിൽ നമ്മളൊപ്പം ഏറ്റെടുക്കും. ബാർപ്പെരെങ്കിലും ചെയ്തു കൊടുക്കാൻ വിചാരിച്ചിട്ടാവും ഏറ്റെടുക്കുക. പക്ഷെ അത് എങ്ങനെയെങ്കിലുമൊക്കെ പഠിച്ചോ നമ്മളെടുത്ത് ആ പൈസ എത്തിച്ചേരും ആരെങ്കിലും മുഖാന്തരം. ഒരുപാട് മാലാകന്മാർ വരും, പാറിപ്പറന്ന് വരും. പുതിയ വീടില്ലാതെ നിലവിലുള്ള വീട് ഒരുപാട് ടൈൽസ് ഇട്ട് കൊടുക്കുക, ബാത്റൂം അങ്ങനെയൊക്കെ. അതായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇപ്പൊ ചെയ്ത് കഴിഞ്ഞ്. സത്യം പറഞ്ഞാല് ഓരോ ജില്ലയിലും ഇപ്പൊ ഒരു ജില്ലയിലും കൊടുക്കാത്തത് ഇപ്പൊ ഇല്ല ഏകദേശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനിയും ഒരുപാട് വീടുകളിലേക്ക് നിങ്ങൾ കാരണമാവട്ടെ. ഇൻഷാ അല്ലാഹ്. ഒരു സംഘടനക്ക് പോലും ചെയ്യാൻ പറ്റാത്തൊരു കാര്യം നിങ്ങൾ സുതാര്യമായിട്ട് ചെയ്യുന്നുള്ളതാണ്. കാരണം നിങ്ങൾ പൈസ ഒന്നും കൈപ്പറ്റുന്നില്ല. ഇല്ല, നമ്മൾ ആരെ പൈസ വാങ്ങാനോ ഇതാക്കാനോ ഒന്നും ഇതല്ല. അവരെന്താണോ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അത് അവർക്ക് കൊടുക്കുക. നമ്മൾ നടുവിൽ നിൽക്കുന്ന ഒരു മീഡിയേറ്റർ അല്ലെങ്കിൽ പെങ്കട്ടരെന്ന് പറഞ്ഞാൽ അതല്ല. നമ്മൾ അവർക്ക് അവരെ മുട്ടിച്ചെടുക്കുക. അതിൽ മുട്ടിച്ചെടുക്കുമ്പോൾ ചിലയിടത്ത് നമുക്ക് ചില വിഷയങ്ങൾ വരും. അതായത് ഒരിക്കൽ മുട്ടിച്ചു കൊടുത്താൽ പിന്നീട് അവർ പൈസക്ക് ആവശ്യം വന്നാൽ നമ്മളെടുത്ത് വരൂല, അവരെ ഡയറക്റ്റ് മുട്ടും. അപ്പോൾ ഒരു പ്രാവശ്യമൊക്കെ ചോദിച്ചാൽ അവർ കൊടുക്കും. 2ാമത്തെ പ്രാവശ്യം അവർ മുട്ടിയാൽ അവർ നമ്മളെടുത്ത് വരും. അവരിങ്ങനെ ചോദിച്ചിക്കണ് എന്താ ചെയ്യേണ്ടിന്ന് വെച്ചിട്ട് വരും. അത് അവർ മനസ്സിലാക്കൂല ഈ ചോദിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ചെറിയ സങ്കടം. പിന്നെ ഇത് എന്ത് ചെയ്താലും ഇതിന് നെഗറ്റീവും ഉണ്ട്, പോസിറ്റീവും ഉണ്ട്. ഇപ്പോൾ ഫസ്റ്റിൽ കഷ്ടപ്പെട്ട് നൊലോളിച്ച് വരുന്ന ആളുകളുണ്ടാവും. അങ്ങനെയാണ് ഇങ്ങനെയാണ്, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്ത് കാട്ടി, നിങ്ങൾ എല്ലാവർക്കും ചെയ്ത് കൊടുത്ത് ഞങ്ങളത് കണ്ടില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ടാവും. അവസാനം അവർക്ക് വലിയ വലിയ എമൗണ്ടുകൾ കൊടുത്തിട്ടും 2 ലക്ഷത്തിൻ്റെ അടുത്ത് വരെ കൊടുത്തിട്ടും പിന്നെ ലാസ്റ്റ് നമ്മളെ കുറ്റം പറഞ്ഞവരും ഉണ്ടാവും. പലരെ വാക്ക് കേട്ടിട്ട്. മനുഷ്യരാണ്, സ്വാഭാവികമാണ്. എത്ര നമ്മൾ എന്ത് കൊടുത്താലും ആർക്കും തേയില്ല. നിങ്ങൾ എല്ലാം സിമ്പിളായിട്ട് എടുക്കുന്ന ഒരാളായതുകൊണ്ട് നമ്മൾ പിന്നെ അവരെ കുറ്റം പറയാനോ അല്ലെങ്കിൽ ഇവരെ കുറ്റം പറയാനോ അല്ലെങ്കിൽ ഇതാക്കാനോ നമ്മൾ സ്ഥലം പറയല് കുറവാണ്. കൊടുക്കുന്ന ആൾ സ്ഥലം മുഖം ഒന്നും പറയില്ല. കാരണം നമ്മളൊരു ചെറിയ സംഗതി ചെയ്തു കൊടുത്തിട്ട് നാളെ സമൂഹത്തിൽ അവർക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്തൊരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. അത് ഇനി ഒരു മുട്ടസൂചി കൊടുത്താലും ഇനി ഒരു ആനനെ കൊടുത്താലും ഒരു വീടുണ്ടാക്കി കൊടുത്ത ആളുകളെ മുഖം പോലും ഇന്നേ വരെ റിലീവ് നമ്മൾ ചെയ്തിട്ടില്ല. താല്പര്യമുള്ളവർ ചെയ്യുക, അല്ലാത്തവരും ഉണ്ടാതെ പോവുക. നമുക്ക് പറ്റുകയാണെങ്കിൽ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് എത്ര പറ്റുന്ന അത്ര. നമ്മൾ ആരോടും ഗ്യാരണ്ടി ഇത്ര ചെയ്തു തരുന്നൊന്നും പറയില്ല. എത്രയാണോ പറ്റുന്ന അത്ര ചെയ്യുക, അവിടെ നിർത്തും. ഒക്കെ നമുക്ക് പറ്റൂല എന്ന് വിചാരിക്കലില്ല. ഇറങ്ങുക, ബാക്കി പഠിച്ചവനാക്കി തരും. നമ്മൾ ഇങ്ങനെ ഇപ്പം നമ്മൾ എന്തിനാ ഓടുന്നത്? എങ്ങനെ ഓടുന്നല്ലേ നമ്മൾ മടി വിചാരിച്ചിട്ട് ഇരുന്നാൽ ആ കെടുക്കുക തന്നെയാണ്. നമ്മള് ഇതൊക്കെ സിമ്പിളാണ് വിചാരിച്ചാണ് ഇറങ്ങിയാൽ ഇതൊക്കെ നടക്കുന്നുണ്ട്, എല്ലാം നടക്കുന്നുണ്ട്. നിങ്ങളിപ്പോ ജോലി പള്ളിയുടെ ഇലക്ട്രിക് എത്ര പള്ളി നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യണം? ഏകദേശം 34 പള്ളിയുണ്ട്. 34 പള്ളിയുടെ ഇലക്ട്രിക് നോക്കണം, പ്ലംബിംഗ് നോക്കണം, എല്ലാം നോക്കുന്നുണ്ട്. പെയിന്റിങ് മുതൽ ജിപ്സം ബോർഡ് മുതൽ എല്ലാം നോക്കാം. നമുക്ക് അറിയണമൊക്കെ നമ്മൾ ചെയ്യും.
അതിന്റെ ഇടയിൽ ആംബുലൻസിന്റെ ഡ്രൈവിംഗ് നിങ്ങളായി പോയി ഏറ്റെടുത്തതാണ്. അത് ഇങ്ങനെ മുതിർ പറഞ്ഞപ്പോൾ ആളില്ലാന്നപ്പോൾ നമ്മൾ എടുക്കാന്ന് പറഞ്ഞു അങ്ങനെ ഏറ്റെടുത്തു. അപ്പൊ ഒരു നിങ്ങൾക്ക് 24 മണിക്കൂർ മതിയാവും. കാരണം 34 പള്ളി, ആംബുലൻസ്, ഈ പറഞ്ഞ സാമൂഹ്യ പ്രവർത്തനം, കുടുംബം, ഇതൊക്കെ. എന്റെ ഫാമിലി ആദ്യമൊന്നും വല്ലാതെ സപ്പോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവരും ഇതിക്ക് ഓട്ടോമാറ്റിക് ഇതിക്ക് വന്ന് പെട്ട്. ഇപ്പൊ ഭാര്യയും മക്കളും നിങ്ങളെ പോലെ തന്നെ കൊടുക്കണം അത്രത്തന്നെ. നമ്മളിപ്പോ എന്തെങ്കിലും സാധനം കിട്ടുമ്പോ എന്റെ വൈഫിനോട് പറയും ഇത് കോണട്ടാണ്. അപ്പൊ കൊടുത്ത് വരുമ്പോ ചിലപ്പോ അവർക്ക് ഉണ്ടാവില്ല, നമുക്ക് അടുത്തതിന് എനിക്ക് സെറ്റാക്കുന്നത്. പിന്നെ അത് പിന്നെ അങ്ങനെ പോകും. പിന്നെ അവരും നമ്മളെ മാതിരി കഷ്ടപ്പെട്ട് വന്നവരാണ് വൈഫൊക്കെ. കാരണം വളരെ കഷ്ടപ്പെട്ടിട്ട് വളരെ മുസ്കിലായി വന്നവർ തന്നെയാണ്. അപ്പോൾ അവർക്കും ഇതിൻ്റെ വിഷമങ്ങളും വല്ലായ്മയും ഇല്ലായ്മയൊക്കെ അറിഞ്ഞ് വളർന്ന ആളായതുകൊണ്ട്, നമ്മളെ മാതിരി തന്നെ ആളായതുകൊണ്ട് പിന്നെ നമ്മൾ ഒപ്പത്തിനൊപ്പം പോകാം. ഇപ്പോൾ നമ്മളിപ്പോൾ മാസം 500 റുപ്യ ചിലവ്, ആഴ്ചയിൽ 100 റുപ്യ വെച്ചിട്ട് പോണ്. ബാക്കി പൈസ വന്നാൽ അവർക്കല്ലേ. അപ്പോൾ മാക്സിമം സേവ് ആക്കാം. ചിലപ്പം പറയും നമുക്ക് ആ പൈസ വേണ്ട, ഇന്ന് ബീഫും നെയ്ച്ചോറും വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ആ പൈസക്ക് അത് വാങ്ങിക്കൊടുക്കും. അതന്നെ.